എം ഹസൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക്. പാർട്ടി എടുത്ത തീരുമാനത്തെ ഞാൻ സർവാത്മന അംഗീകരിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇന്നലെ തന്നെ കൂടിയാലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് KPCC അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഇനി ആകെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് ഒരു സന്ദേശമായി ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം രാജിവെക്കണം എന്നാണ് എൻ്റെയും അഭിപ്രായം. മാതൃകാപരമായൊരു നടപടിയാണ് പാർട്ടി കൈക്കൊള്ളുന്നത്. മാധ്യമങ്ങളും മറ്റ് പാർട്ടികളുമൊക്കെ പലതരത്തിൽ വിമർശനങ്ങൾ നടത്തിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ ഒട്ടും വൈകാതെ ഞങ്ങൾ അക്കാര്യത്തിൽ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. പാർട്ടി പ്രസിഡന്റിന് രേഖാമൂലം ഒരു പരാതി കിട്ടി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതേക്കുറിച്ച് പാർട്ടി പ്രസിഡന്റ് നടപടി സ്വീകരിച്ചു. അത് DGPക്ക് അത് കൈമാറി. മാത്രമല്ല, മുൻകൂർ ജാമ്യാപേക്ഷയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ KPCC പ്രസിഡന്റ് എന്നോട് 2-3 വട്ടം അദ്ദേഹം ഞാൻ സംസാരിച്ചു. എല്ലാ നേതാക്കളുമായി കൂടിയാലോചിച്ച് ഏകകണ്ഠമായി എടുത്തിട്ടുള്ള തീരുമാനമാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിമർശനങ്ങളുണ്ടായി. ഞങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വന്നു അദ്ദേഹത്തെ ഒരാളും അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ല. കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഈ കാര്യത്തിൽ എല്ലാവർക്കും യോജിച്ച അഭിപ്രായമാണുള്ളത്. ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ഞാൻ ഈ തീരുമാനം പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഈ തീരുമാനം ഉണ്ടായതോടുകൂടി പാർട്ടിക്ക് ഈ ജനങ്ങളുടെ മുമ്പിൽ പാർട്ടിയുടെ ഇമേജ് വർദ്ധിച്ചു എന്നതാണ് എൻ്റെ അഭിപ്രായം. യാതൊരു തരത്തിലും അദ്ദേഹത്തിന് സംരക്ഷണം കൊടുത്തിട്ടില്ല. നമ്മുടെ പോലീസിൻ്റെ കഴിവുകേടാണ്. പോലീസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എത്ര നേരത്തെ അറസ്റ്റ് ചെയ്യാം. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് കുറച്ച് ദിവസം കൂടി നീണ്ടു നിന്ന് ഈ വാർത്തകൾ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കാൻ വേണ്ടി പോലീസ് ഒരു ആലോചിച്ചെടുത്തൊരു നടപടിയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷേ പാർട്ടി ഒരു തരത്തിലും അദ്ദേഹത്തിനൊരു സഹായം നൽകിയിട്ടില്ല. പിന്നെ ഇത് ചില ആളുകളൊക്കെ ലഡ്ഡു വിതരണം ചെയ്യുന്നു, ആഹ്ലാദ പ്രകടനം നടത്തുന്നു. അത് നടത്തുന്ന ആളുകൾക്ക് ആഹ്ലാദ പ്രകടനം നടത്താനും ലഡ്ഡു വിതരണം ചെയ്യാനും അവകാശമുണ്ടോ എന്ന് അവരൊന്ന് സ്വയം ചിന്തിച്ചാൽ മതി. കാരണം സമാനമായ ആരോപണങ്ങൾ വന്നപ്പോൾ അതിനെയൊക്കെ ന്യായീകരിച്ച ആളുകളാണ്. അതേസമയം ഇക്കാര്യത്തിൽ മറ്റ് പാർട്ടികളുടെ അഭിപ്രായത്തെ ഞങ്ങൾ എതിർത്തിരുന്നു. ആ എതിർത്തതിനെ പല ആളുകളും അവരെ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുകയാണോ അനുകൂലിക്കുകയാണോ എന്നൊക്കെ സംശയിച്ചു. അതൊന്നുമല്ല. ഇപ്പം മറ്റ് പാർട്ടികളുടെ കാര്യമൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ആരോപണത്തിൽ വ്യക്തമായ ശക്തമായ നടപടിയെടുത്തു. ഒട്ടും വൈകാതെ കോടതി വിധി വന്ന് ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കൊണ്ടാണ് ഇന്ന് അത് അനൗൺസ് ചെയ്ത് ആകാൻ അല്പം വൈകിയത്. അതുകൊണ്ട് മറ്റ് പാർട്ടികളിപ്പോൾ വലിയ ആഹ്ലാദ പ്രകടനവും അവകാശവാദവും ഉന്നയിക്കുമ്പോൾ അവർക്കൊന്നും അതിനുള്ള അർഹതയുണ്ടോ എന്ന് അവർ സ്വയം ആലോചിച്ചാൽ മതി. ഞങ്ങളൊന്നും പറയുന്നില്ല. എം ഹസൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഏറ്റവും മാതൃകാപരമായ തീരുമാനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് എം ഹസൻ പറയുന്നത്. ഇന്നലെ തന്നെ പാർട്ടി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് എം ഹസൻ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്നൊരു ആവശ്യം കൂടി എം ഹസൻ മുന്നോട്ട് വെക്കുകയാണ്. നേരത്തെ ഒരു ഘട്ടത്തിൽ ഇതിനെയൊക്കെ അനുകൂലിക്കുന്ന തരത്തിൽ എം ഹസൻ പ്രതികരണം നടത്തിയിരുന്നത് വലിയ വിവാദമായ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ആ എം ഹസൻ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ പാർട്ടിയുടെ തീരുമാനം അത് കൂട്ടായെടുത്ത തീരുമാനമാണെന്നും അതിനൊപ്പമാണ് എന്നും പ്രഖ്യാപിക്കുകയാണ്. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഡു വിതരണം ചെയ്യാനും പടക്കം പൊട്ടിക്കാനും എന്ത് ധാർമ്മിക അവകാശം എന്ന ഒരു ചോദ്യം കൂടി കോൺഗ്രസ് ചോദിക്കുന്നു. മാത്രവുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് 8ാം ദിവസവും പിടികൂടാനാകാത്തത് അന്വേഷണ സംഘത്തിന്റെ പരാജയമാണ് എന്ന ഒരു കാര്യം കൂടിയാണ് കോൺഗ്രസ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ വൈകുന്ന ഓരോ നിമിഷവും അത് അന്വേഷണ സംഘത്തിന്റെ കഴിവുകേടായും സർക്കാരിന്റെ ഈ വിഷയം രാഷ്ട്രീയ
രാഷ്ട്രീയമായി സജീവമാക്കി നിർത്താനുള്ള നീക്കമായും കരുതപ്പെടും. ആ രീതിയിലുള്ള ആരോപണങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുന്നു എന്നതിന്റെ സൂചനകൾ കൂടിയാണ് ഓരോ നേതാക്കന്മാരുടെയും പ്രതികരണം നൽകുന്ന വിവരം. എന്തായാലും കർണാടകയിലെ സുള്ളിയയിൽ ആ ഭാഗത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ എത്തിച്ച ഡ്രൈവറെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാൾക്ക് പക്ഷേ മറ്റ് കാര്യങ്ങൾ അറിയില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഇയാൾക്ക് അവിടെ എത്തിക്കുക എന്ന ഒരു ദൗത്യം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള അന്വേഷണം വ്യാപകമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം എന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും അടുത്ത ഏതെങ്കിലും നിമിഷങ്ങളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് എന്ന ഒരു വിവരം നമുക്ക് ലഭിക്കുമെന്നതിന്റെ സൂചനകൾ കൂടി വരുന്നുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങുമെന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനുള്ള സാധ്യത തീർത്തും ഇല്ല എന്ന തരത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നുണ്ട്. കാരണം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഹൈക്കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം തേടുക എന്ന ഒരു നടപടി രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാക്കിയിരിക്കുന്നു. അതായത് കീഴടങ്ങാൻ ഉദ്ദേശമില്ല, നിയമം വഴിക്ക് നിയമ പോരാട്ടത്തിലൂടെ സേഫ് ആകാനുള്ള നീക്കങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഘട്ടത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ഡിസംബർ 2024 ഡിസംബർ 4 MLA ആയി രാഹുൽ മാങ്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കൃത്യം ഒരു വർഷമാകുമ്പോൾ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി നൽകിയ സീറ്റിൽ മത്സരിച്ച് ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പാർട്ടിയിലെ അംഗം പോലും അല്ലാതെയായി മാറിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി പുറത്താക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ N. ശ്രീകുമാർ മുതിർന്ന മാധ്യമപ്രവർത്തകനൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ N. ശ്രീകുമാർ, ഈ തീരുമാനം കോൺഗ്രസ് ഇന്നലെ തന്നെ എടുത്തിരുന്നു എന്നതാണ് VD സതീശൻ ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ MM ഹസനും ചൂണ്ടിക്കാട്ടുന്നു ഈ തീരുമാനം ഇന്നലെ എടുത്തതാണ്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ രണ്ടാമത്തെ പരാതി വന്നപ്പോൾ അത് പരിശോധിച്ചുകൊണ്ട് പാർട്ടി കൂട്ടായി എടുത്ത തീരുമാനമാണ് എന്നത്. അത് ഒരു ദിവസം വൈകിപ്പിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ച് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഷയം താമസിപ്പിച്ചു കൊണ്ടുപോയി കോടതിയുടെ തീരുമാനം വരുന്നത് വരെ കാത്തിരുന്നതിലൂടെ ആ ഒരു അഡ്വാൻറ്റേജ് ഇല്ലാണ്ടാക്കി ഇരിക്കുകയല്ലേ കോൺഗ്രസ് യഥാർത്ഥത്തിൽ? ദോഷേതൃക്കുകൾക്ക് എന്തും പറയാം. ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു നടപടിയെടുത്ത് ആ നടപടി പ്രാവർത്തികമാക്കുന്നതിന് ചില കാലതാമസമുണ്ട്. ഇത് നമ്മള് സാധാരണഗതിയിൽ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നയങ്ങളും പരിപാടികളും അവർക്കുള്ള ജനബന്ധമൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ തീരുമാനങ്ങൾ വരുന്നത്. ആ തീരുമാനം ഇന്നലെ എടുത്തു എന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെ നടപ്പാക്കണം എന്ന് പറയുന്നതിന് പകരം ഇന്നത് പ്രാവർത്തികമാക്കിയോ എന്നാണ് ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിക്കാമായിരുന്നു. പക്ഷേ N. ശ്രീകുമാർ, ഇത് VD സതീശൻ തന്നെ ഇന്നലെ എടുത്തു എന്ന് സൂചിപ്പിക്കുന്നു. MM ഹസനും വന്നിട്ട് ഇന്നലെ എടുത്ത തീരുമാനമാണ് എന്ന് സൂചിപ്പിക്കുന്നു. അതിനകം നമ്മൾ ഹൈക്കമാൻഡിന് ഉൾപ്പെടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്താക്കിയാൽ എന്തുകൊണ്ട് പാർട്ടി അംഗമായി തുടരുന്നു, അവർക്കൊക്കെ അതൃപ്തി ഉണ്ട് എന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകൾ കൂടി വന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അത് വൈകിപ്പിച്ചത് അബദ്ധമായി പോയോ എന്ന്. വൈകിപ്പിച്ചു എന്ന് പറയരുതെന്ന് ഞാൻ വൈകിപ്പിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ഒരു തീരുമാനം എടുത്തു വെച്ചാൽ പിന്നെ ഒരു വൈകലില്ലല്ലോ. ആ തീരുമാനം പ്രാവർത്തികമാക്കുന്നതിന് സമയമുണ്ട്. അത് രാഷ്ട്രീയ കക്ഷികളുടെ ഒരു സ്വാതന്ത്ര്യം